ഗുരുവായൂർ നഗരസഭയുടെ ആയുർവേദ ആശുപത്രിയിൽ ഉഴിച്ചിൽ ഇടയ്ക്കിടെ മുടങ്ങുന്നതിൽ പ്രതിഷേധവുമായി UDF കൗൺസിലർമാർ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് KP ഉദയന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരായ KPA റഷീദ്, CS സൂരജ്, VK സുജിത് എന്നിവർ ആയുർവേദ ആശുപത്രിയിലെത്തി പ്രതിഷേധമറിയിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമാ K ശങ്കറിനെ നേരിൽ കണ്ടാണ് പ്രതിഷേധമറിയിച്ചത്. ആയുർവേദ ആശുപത്രിയിലെത്തുന്ന രോഗികളെ കൂടുതൽ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണുള്ളതെന്ന് KP ഉദയൻ പറഞ്ഞു. ഒരു 10 ദിവസം ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റായ പേഷ്യൻ്റ് ഒരു മാസമായിട്ടും അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിൻ്റെ പോരായ്മകളാണ് അവരുടെ അവിടെ അനുഭവമായി പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇന്ന് CMOനെ ചീഫ് മെഡിക്കൽ ഓഫീസറെ കണ്ടു, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അവർ പറഞ്ഞത് ഉഴിച്ചിലിനായിട്ടുള്ള പ്രത്യേക വിദഗ്ധരെ അവിടെ ഇല്ല. ഉള്ള ഒരു വ്യക്തിക്ക് തന്നെ ലീവ് എടുത്ത് പോകേണ്ടി വന്നാൽ അത്രയും ദിവസം ചികിത്സ മുടങ്ങുന്ന സ്ഥിതിയാണ് ഈ ഗുരുവായൂർ നഗരസഭയുടെ ആയുർവേദ കേന്ദ്രത്തിലുള്ളത്. ഇത് രോഗം ശമിക്കുന്നതിനേക്കാൾ ഉപരി ആളുകളെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. അതടക്കം ഞങ്ങൾ CMOയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. പുരുഷന്മാരുടെ ഒഴിച്ചിലിന് ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ ഉമാ K ശങ്കർ വിശദീകരിച്ചു. അപ്പോൾ അവർക്ക് മെയിൽ തെറാപ്പിസ്റ്റിന്റെ ഇടയ്ക്ക് ഒരു ലീവ് വരും. അവർക്ക് 15 ലീവ് ഉള്ളതാണ്, പബ്ലിക് ഹോളിഡേ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് ഈ തെറാപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് ശാരീരിക അധ്വാനമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അനുവദനീയമായിട്ടുള്ള ലീവ് അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ലീവ് വരുമ്പോൾ ഒരു ബ്രേക്ക് ട്രീറ്റ്മെന്റ് ഇടയിൽ ഒരു ബ്രേക്ക് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയും പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. പുരുഷ ഉഴിച്ചിൽക്കാരന്റെ തസ്തിക ഈ ആശുപത്രിയിലില്ല. നാഷണൽ ആയുഷ് മിഷൻ വഴിയുള്ള ഒരാൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. HMC വഴി ഒരാളെ നിയമിക്കാനുള്ള അവസ്ഥയില്ലെന്നും ചൂണ്ടിക്കാട്ടി.